വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ചെന്താ ഷെമി ഒരു മൂഡ് ഓഫ് ഞാനൊന്ന് പറയട്ടെ ഷെമിയെ, നീ പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു വാങ്ങി കൊടുക്കാണ്ട് ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ ഇത്ര ആളുടെ അറിയോ? കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞേ. ചില പെണ്ണുങ്ങൾക്കുള്ള ഒരു വിചാരമുണ്ട്, ആണുങ്ങൾ എന്താ വെറുതെ സന്തോഷിക്കാനോ. നമസ്കാരം. നിങ്ങളൊരു ഫാമിലി ബ്ലോഗറാണോ? നിങ്ങൾ ഫാമിലി ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി ബ്ലോഗിന് അധികം വ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു ഫാമിലി ആകുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. തട്ടും മുട്ടും ചെറിയ ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ കാണും. ഈ പരിഭവങ്ങളും പിണക്കങ്ങളും ഒന്നും തന്നെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പിടിച്ച് കാണിക്കാറില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളല്ലേ, വലിയ വലിയ വഴക്കുകളും ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ്, നാട്ടുകാരോട് അതൊന്നും പോയി പറഞ്ഞു കിടക്കാറില്ല. അപ്പൊ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് കൊണ്ടിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പരിഭവങ്ങളും വിഷമങ്ങളും ഒന്നും വലുതായിട്ടൊന്നും നമ്മൾ പറയത്തില്ല. അഥവാ പരിഭവങ്ങളും വിഷമങ്ങളും പറഞ്ഞാലും നമ്മൾ പരസ്പരം വഴക്കാണ്, ബഹളമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയാറില്ല. എന്നാൽ നിങ്ങൾക്ക് വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ തമ്മിൽ അടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കാണ്, നിങ്ങൾ പിരിയാൻ പോകുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വ്ലോഗുകളും വീഡിയോസും തംബ്നെയിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസ് കൂടും. ഇത്രയും നാളും ഇല്ലാത്ത വ്യൂസ് റോക്കറ്റ് പോലെ കൂടണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. ഇപ്പം കേരളത്തിലെ ഫാമിലി വ്ലോഗേഴ്സ് പിടിച്ചേക്കുന്നതും അതാണല്ലോ. ആ ട്രെൻഡിനൊപ്പമാണ് മിക്ക ഫാമിലി വ്ലോഗേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ച ഫാമിലി വ്ലോഗ് ടി ഫാമിലി, അവരുടെ ചില വ്ലോഗുകളൊക്കെ നിങ്ങളൊന്ന് കാണണം. പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് കാണത്തില്ല, പക്ഷേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള അസ്വാരസ്യം, സൗന്ദര്യപ്പിണക്കം അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫാമിലി വ്ലോഗുകളാണ് അവരിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ആ വ്ലോഗൊന്നും കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു വ്ലോഗ് ഒന്ന് കണ്ടു നോക്കാം. അല്ല, ഞാൻ പറഞ്ഞോളൂ എന്റെ പ്രശ്നം. ഞാനല്ലേ പറയേണ്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, നിങ്ങളോടൊന്ന് പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നോട് പറയുന്നത് എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ എന്നിട്ടാണ് മധുരം കഴിക്കാത്തതെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം സ്നിക്കേഴ്സ് കഴിക്കുക. അവർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഓന് വേണ്ടിയിട്ടോ. നല്ലത് ഇന്നലെ ആരോ തിന്നുന്ന കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുവന്ന് ആയുഷുവിനെ ഒളിപ്പിച്ച് തിന്ന. ആയുഷും വേണ്ടി കാര്യങ്ങൾ കാണണം. ഓള് ഒളിപ്പിച്ചു തിന്ന, വേറെ ഒളിപ്പിച്ചു ഓള് തിന്ന, വില രണ്ടാളെ ഒളിപ്പിച്ചു ഞാൻ തിന്ന. എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലേക്ക് ഒരു മൂടും ഇല്ല. എന്താ ഞാൻ പറഞ്ഞിട്ടെ, മൈലാഞ്ചി വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഷെഫിനോട് പറഞ്ഞത് മോഡലില്ല, പഴയ മോഡലാണ്. മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ. പെരുന്നാളായ മൈലാഞ്ചി ഇടല് സുന്നത്താ, അതറിയോ? നഖത്തില് ഇവിടെ പറഞ്ഞ എടുക്കണ്ട കേട്ടോ. നഖത്തിന് മൈലാഞ്ചിട്ട രസ, അല്ലാണ്ട് അമ്മായിമാരെ വട്ടത്തിൽ ഇങ്ങനെ ഫ്ലവറും അല്ലെ പുതിയ മറ്റേ ബ്രൈഡൽ ഇങ്ങനെ കാട് നോക്കിയിട്ടുണ്ട്. അമ്മ നല്ല രസമുണ്ട് കാണാൻ, തിന്നുമ്പൊക്കെ. ആയിക്കോട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി മോഡലാണോ എന്നൊക്കെ. ഞാൻ ദേഷ്യം പിടിക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഡ്രസ്സ്, ഒരു വട്ടൊട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. കൊണ്ട് അതെനിക്ക് വലിയ വിഷമമില്ല. മൈലാഞ്ചി വാങ്ങി തരായിട്ട് പിന്നെ ഇപ്പം എന്തേതാ. പെരുന്നാൾ സമയത്ത് ടി ഫാമിലിയിൽ എന്താണ് സംഭവിച്ചത്? ടി ഫാമിലിയിലെ ഷെമീത്തയ്ക്ക് ഷെഫി ഇത് വാങ്ങിച്ചു കൊടുത്തില്ല, മൈലാഞ്ചി വാങ്ങിച്ചു കൊടുത്തില്ല. ആ മൈലാഞ്ചി വാങ്ങിച്ചു കൊടുത്തില്ല എന്ന പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷെമീത്ത. വാവ്, അടിപൊളി. ഇല്ല, കൊച്ചു പിള്ളേരൊക്കെ അമ്മമാരുടെ അടുത്ത് നുള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പരാതി പറയാൻ വേണ്ടിയിട്ട് ചെല്ലത്തില്ലേ, അതുമാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം? അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, തട്ടലും മുട്ടലും ഒക്കെ നടക്കുന്നു എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്നുമില്ല, കോണ്ടന്റ് ഇല്ലാത്തപ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ അത് വന്നിരുന്ന് പറയും, ഇത് വന്നിരുന്ന് പറയും, ചുമ്മാ ഒന്നുമില്ല. എനിക്ക് എത്രയോ ഡ്രസ് എന്താ ഫുള്ള് പറയാൻ ഞാൻ പറഞ്ഞേ. എനിക്ക് പറയണെങ്കിൽ വേറെ ഒറ്റക്ക് പോയി കുത്തി എത്രയോ ഡ്രസ്സ് ലഭിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനിയും ഡ്രസ്സ് വാങ്ങാൻ അറിയുന്നത് ശരിയായിട്ടില്ല. ശരി, ഡ്രസ്സിനെ ഞാൻ പറഞ്ഞെങ്കിൽ വാങ്ങി കൊടുക്കാൻ അല്ലാണ്ട് ഉണ്ടായിട്ട് പിന്നെ എല്ലാത്ത ആൾക്കാർ ഇത്ര ആളുടെ അറിയോ? കുഴപ്പമില്ലാന്നാ ഞാൻ പറഞ്ഞേ. കുഴപ്പമില്ലാന്നല്ല, ആ കുഴപ്പം കൂടി എന്താ എനിക്ക് പറഞ്ഞേക്കണേ.
പറയില്ല. എത്ര ഉണ്ട് പിന്നെ ഇടാത്തത്, അപ്പൊ ഇനി വാങ്ങി കൊടുക്കണം. അത് എന്താ ഞാൻ ചെയ്യാ? കാരണം എത്ര ആൾക്കാരുടെ ഡ്രസ്സ് പോലും ഇല്ലാത്ത നമ്മക്ക് എന്തെങ്കിലും വാങ്ങാനോ എടോ പോകാനോ ഒക്കെ ഉണ്ടാകുമ്പോ വിലയിൽ ഒരു 5 പൈസ ഉണ്ടാവില്ല. ഇത് എവിടുന്നപ്പ അറിയാൻ കിട്ടണേ. ഞാനൊരു 1000 ചോദിച്ചാൽ പറയും എൻ്റെ ഒട്ടാകെ 1000 ഇടോ. ആ 3000 ഞാൻ ചോദിച്ചില്ലെങ്കിലും പറയും എൻ്റെ ഒട്ടാകെ 3000 എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 3000 ചോദിക്കേണ്ടി വെച്ചാൽ 6000 ചോദിക്കാം. അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും. 6000 ചോദിച്ചാൽ വെക്കടി ഇട്ടാതെ നോക്കണ്ട, നിങ്ങൾ ചിലപ്പോ കിട്ടിക്കൂടെ? എന്താ സാധനം അറിയാതെ അങ്ങനെ കാണിച്ചു തരാം. ഞാൻ പേക്കൊക്കെ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോകാന്. മോളത് എന്താ 3 ഷർട്ട് എടുത്ത് വെച്ചിട്ട് ഒരു 3 ഞാൻ കാണാണ്ടും എടുത്തു. ഒരു 2 മേലിട്ടും പോട്ടോ. അങ്ങനെ കാണും ഇവിടുന്ന് ചാടിട്ടണ്ട ചേറുമ്പ്. ഈ ചുമ്മാ കടന്ന് തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടില്ലേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അതേപോലെ ചുമ്മാ എന്തിനോ വേണ്ടി ഒരു കോണ്ടന്റ് ഇടണമല്ലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടണമല്ലോ എന്നതിൻ്റെ പേരിൽ ചുമ്മാ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, അത് പിടിച്ച് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഇതിലൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കണം. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നമാണ്, ഇവർ തമ്മിൽ അസ്വാരസ്യമാണ്, വൈകാതെ തന്നെ ഇവർ തമ്മിൽ ചിലപ്പോൾ പിരിഞ്ഞേക്കാം. അങ്ങനെയൊക്കെ തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇവരെടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ പിരിയാനും മതി. കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു, വഴക്കാണ്, അടിയാണ്, ബഹളമാണ്, ഷെമി അങ്ങനെ ചെയ്തു, ഷെഫി അങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കുറേ വ്ളോഗുകൾ ഇങ്ങനെ പിന്നാലെ വരും. അങ്ങനെയാണല്ലോ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങ് സമ്മതിക്കാം. ഇപ്പോൾ പെരുന്നാൾ ദിവസം അവരുടെ വീട്ടിൽ എന്താണ് നടന്നത്, എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ സംഭവിച്ചു, അതൊക്കെയാണ് പിടിച്ച് കൊണ്ടിടുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് ഫാമിലി വ്ളോഗാണല്ലോ. ഇതിനെ പക്ഷെ നമുക്ക് എന്താണ് വിളിക്കേണ്ടത്? ഇതിനെ ഫാമിലി വ്ളോഗ് ഒന്ന് വിളിക്കാൻ പറ്റുമോ? എന്തോ ഒരു വ്ളോഗ്, ഒന്നുമില്ല, എന്തോ ഒരു വ്ളോഗ്. അത് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. കുറച്ച് നേരത്തിന് ഒരു എൻ്റർടൈൻമെൻ്റ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇനി വേറൊരു കാര്യം, 1000 രൂപ പോലും ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. അല്ല, എൻ്റെ ഒരു സംശയം, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ വീഡിയോയിൽ അപ്പിയർ ആകുന്നത്, ഒരുമിച്ചുള്ള ചാനലാണ്. അപ്പോൾ താങ്കളുടെ കയ്യിൽ ഒരു 1000 രൂപ പോലും ഭർത്താവ് തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താങ്കളുടെ കയ്യിൽ ഒരു 1000 രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിലും വലിയ നാണക്കേട് വേറൊന്നും ഇല്ലല്ലോ. എന്തേ ഭാര്യയുടെ കയ്യിൽ എന്തുകൊണ്ട് ഭർത്താവ് പൈസ കൊടുക്കുന്നില്ല? ഭാര്യയ്ക്കും എടുത്ത് ഉപയോഗിക്കണ്ടേ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്ന ചാനലല്ലേ. അപ്പോൾ ഭാര്യയ്ക്കും ഒരു പങ്ക് കൊടുക്കണം. എല്ലാ കാര്യങ്ങളും ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് മൈലാഞ്ചി വാങ്ങിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പോയി മൈലാഞ്ചി വാങ്ങിക്കാമല്ലോ. ഇതൊരുമാതിരിയില്ല. കൊച്ചു പിള്ളേർ, ഞാൻ പറയാം, ഒരു LKG UKG പഠിക്കുന്ന പിള്ളേർ തുടർ റബ്ബർ വാങ്ങിച്ചു തന്നില്ല, അല്ലെങ്കിൽ പെൻസിൽ വാങ്ങിച്ചു തന്നില്ല, ബുക്ക് വാങ്ങിച്ചു തന്നില്ല, അമ്മ പെൻസിൽ വാങ്ങിച്ചു തന്നില്ല, അമ്മ തുടർ റബ്ബർ വാങ്ങിച്ചു തന്നില്ല, അല്ലെങ്കിൽ അമ്മ 100 രൂപ തന്നില്ല എന്നൊക്കെ പോയി അച്ഛൻ്റെ അടുത്തും അമ്മൂമ്മമാരുടെ അടുത്തും അപ്പൂപ്പന്മാരുടെ അടുത്തൊക്കെ പോയി പറയത്തില്ലേ? അതുപോലെ മൈലാഞ്ചി വാങ്ങിച്ചു തന്നില്ല, 1000 രൂപ ചോദിച്ചിട്ട് തന്നില്ല, ടൂറ് പോകാനൊക്കെ പൈസയുണ്ട്, എനിക്ക് 1000 രൂപ ചോദിച്ചിട്ട് തന്നില്ല. കഷ്ടം തന്നെ. ഈ പ്രായത്തിൻ്റെ വിവരമെങ്കിലും ആൾക്കാർ കാണിച്ചുകൂടെ? ഒന്നുമില്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുമല്ലേ, അതിൻ്റെയെങ്കിലും ഒരു മെച്യൂരിറ്റി കാണിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ചുമ്മാ എന്തൊക്കെയോ ഇടണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ചുമ്മാ വീഡിയോ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കോണ്ടന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോകണം. അല്ലാതെ ഒരു കാര്യമില്ലാതെ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് തള്ളാതിരിക്കുക. ഇതിനെ തള്ളുക എന്നാണ് പറയുന്നത്. എല്ലാ മാലിന്യങ്ങളും കൂടെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് തള്ളുകയാണ്. ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ സ്ഥിരം പരിപാടിയാണ്. വീട്ടിലുള്ള മാലിന്യങ്ങളെല്ലാം തൂത്തുപിറക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളും.